അങ്ങനെ വലിയ നേട്ടങ്ങൾ സാറിന് ഡിഗ്രിയുടെ ലെവലിൽ എത്താനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, അവിടെ സംവരണത്തിൻ്റെതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കോളേജിൽ അന്ന് ലഭ്യമായിരുന്നോ? അന്ന് അങ്ങനെയല്ല, കോളേജിലെ അല്ല, പ്രശ്നം ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നു. അന്ന് കോതമംഗലം കോളേജ് ചേർന്നുമല്ലാന്ന് തോന്നുന്നു. അതെ, 1957 EMS നമ്പൂതിരിപ്പാടിൻ്റെ അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ ഇടതുപക്ഷം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അവർ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ ക്രിസ്ത്യാനികളെ തീർന്നിട്ടുള്ള ഹരിജനങ്ങൾക്കും പട്ടികവർഗക്കാർക്കുമൊക്കെ പ്രാധാന്യമില്ല, അവർക്കെല്ലാം ഈക്വലായിരിക്കുമെന്ന്. മതപരിവർത്തനം ചെയ്തവർക്കും ചെയ്യാത്തവർക്കും അത് അങ്ങനെ ഒരു കാര്യമാണ് പറഞ്ഞിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അവരത് മറന്നുപോയി. അതിനെതിരായിട്ട് പാമ്പാടി ജോൺ ഒരു സമരം നടത്തി, സെക്രട്ടറിയേറ്റ് പഠിക്കുന്നത്. അതിങ്ങനെ പത്രത്തിൽ കണ്ടുകൊണ്ട് ഞാനും എത്തിയിട്ടില്ല. ഞാൻ തിരുവനന്തപുരത്ത് ആദ്യം വരുന്നത് അങ്ങനെയാണ്. തിരുവനന്തപുരത്ത് ഞാനും അവരുടെ കൂടെ പോയിരുന്നു. അവിടെ എന്താണെന്നൊന്നും അറിഞ്ഞില്ല. അവിടെ പോയിരുന്നു. വൈകുന്നേരം ഇപ്പം പൊടിയും തട്ടിയായിരുന്നിട്ട് ഞാൻ പോകുന്നു. ആ സമരം അന്ന് അവർ പാമ്പാടി ജോൺ അവിടെ സമർത്ഥനായിരുന്നു. അദ്ദേഹം അത് അന്നിരുന്ന രാമകൃഷ്ണ അദ്ദേഹമായിരുന്ന ഗവർണറെ കണ്ട് പറയാൻ എന്താണ് ഗവർണർ ഇടപെട്ട് EMS മുണ്ടശ്ശേരിയുണ്ട്, എല്ലാം വിളിച്ച് സംബന്ധിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓർഡർ ഇട്ടാണ്. ക്രിസ്തീയ ഭാഗത്തിൽ ചേർന്നവർക്ക് 25 രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡ് കൊടുക്കും. 25 രൂപ പ്രതിമാസം സ്റ്റൈപ്പൻഡ്. അതാണ് ഫീ. അത് പട്ടിക വർഗക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നായിരുന്നോ, അല്ലെങ്കിൽ ജാതിയിലുള്ളവർക്ക്? എല്ലാവർക്കും കൊടുക്കും. മതപരിവർത്തനം ചെയ്തവർക്ക് കൊടുക്കും. പക്ഷേ പരീക്ഷാ ഫീസ് അടയ്ക്കണം. പരീക്ഷാ ഫീസ് അടയ്ക്കണം. അത് വലിയൊരു ആശ്വാസമില്ലായിരുന്നു. മാസം 20. ദുരിതം വന്ന അവിടെയല്ല, അത് 6 മാസം 7 മാസം കൊണ്ടുപോയി കിട്ടുള്ളൂ. അപ്പോൾ അത്രയും നാൾ നമ്മൾ സ്വന്തമായിട്ട് ജീവിക്കണം. അങ്ങനെ സിറ്റുവേഷൻ വന്നത്. പക്ഷെ അതൊക്കെ കോളേജുകാരെല്ലാം ക്രമപ്പെടുത്തി തന്നു. കോതമംഗലം എൻ്റെ വീട് പോലെ ഇന്നും കോതമംഗലം കോളേജ് അത്ര എന്നെ സ്നേഹിച്ച കോളേജ് മാത്രമല്ല. അപ്പോൾ അവിടുത്തെ കുട്ടികൾ എന്ത് നോയൽ, ക്യാൻ യു ബിലീവ് മീ വെൻ ഇഫ് ഐ ടെൽ യു, നമുക്ക് ഈ BA പരീക്ഷയ്ക്ക് അന്ന് 20 നടത്തിയത് വലിയ തുകയാണ് പരീക്ഷാ ഫീസ്. തീർച്ചയായിട്ടും അത് അടയ്ക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അതാണ് ഞാൻ ഒരുപാട് പേരിടത്ത് ചോദിച്ച്, നമ്മുടെ നാട്ടിലുള്ളവരുടെ പുറത്തുള്ളവരുടെ എത്തേണ്ടി നടന്നതാണ് പറയാം. ഒരുപാട് പേര് ചോദിച്ചൊക്കെ നടന്ന കോട്ടയത്ത് ബിഷപ്പിന് പോയിട്ടുണ്ട്, CK ജേക്കബ് തിരുമേനിയാണ്. അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ ഞാൻ എന്ത് ചെയ്യാനാ, ഒരു ഹയർ എഡ്യൂക്കേഷൻ ഫണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അതെടുത്താണ് ആദ്യകാലത്തെ ആളുകളൊക്കെ BA MA ഒക്കെ പാസ്സായി. അവരാരും ഒരു പൈസ പോലും തിരിച്ചടച്ചില്ല. അങ്ങനെ ഫണ്ട് നിന്നുപോയി. നിൻ്റെ കഥ കേട്ടെങ്കിൽ വിഷമം തോന്നുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ പണക്കാരനല്ലെങ്കിലും നിന്നെ സഹായിക്കാമെന്ന് പറയാൻ 100 രൂപയുടെ ചെക്ക് എനിക്ക് തന്നു. പക്ഷെ ചെക്ക് മാറുന്ന എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. ഫെഡറൽ ബാങ്കിലെ ചെക്കാണ്. വേറെ എന്തോട്ട് ബാങ്കിൻ്റെ തന്നെ ആട്ടി അടിച്ചു. ഫെഡറൽ ബാങ്കിൽ പോകും. അത് ഞാൻ വാങ്ങിയില്ല, പറ്റിയില്ല, ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കോളേജിലെ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ദിവസം അവിടെ കോളേജിലെ ഹെഡ് ജോർജ് TS ജോർജ് ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ തന്നെ കുറച്ച് പേരുള്ള, ഞങ്ങൾ BAക്ക് 12 പേരുള്ളൊരു ക്ലാസ്സിൽ. അവരൊക്കെ വിളിച്ച് ചോദിച്ചു, ജോസഫ് വന്നോ, നാളെ കൂടെ ഉള്ളൂ ഫീസ്, അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ കുട്ടികളെല്ലാം കൂടെ പ്രത്യേകിച്ച് KK തോമസ്, TV സാറാണ് അതിനെ മുൻകൈയെടുത്ത് ഇവരെല്ലാം കൂടെ ചേർന്ന് അന്ന് ഒരു പണക്കാരിയുടെ മകള് ഏരിയാമ എന്ന മറ്റേ പേരുടെ കുട്ടി ഹോസ്റ്റലിൽ താമസമുണ്ട്. അതിനോട് അവർ പറഞ്ഞ് 200 രൂപ മേടിച്ചു, ഫീസ് അടച്ചു. അപ്പോൾ ഈ സാറിന് ഫെഡറൽ ബാങ്കിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ചെക്ക് സാർ അത് വാങ്ങിയില്ലയോ? അത് ഉപയോഗിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടായിരുന്നു? ബാങ്കിൽ എങ്ങനെ എൻകാഷ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അത് ഉപയോഗിച്ചില്ല. അത് പോയി. അതിനകത്ത്
അവിടുത്തെ കസ്റ്റമറാണോ ബാങ്കിലെ അല്ല, അത് മനസ്സിലായി. ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ മനസ്സിലായില്ല പോയത്. ഏതായാലും അത് പോയി. അത് കഴിഞ്ഞിട്ട് മറ്റേ ഇങ്ങനെ കോളേജ് വന്നപ്പോൾ അവരെല്ലാം കൂടെ സംഘടിപ്പിച്ച് ഫീസ് അടച്ചത്. ഞാൻ വന്നപ്പോൾ തിരികെ സാറെ വെച്ചു, എവിടെയായിരുന്നു 3-4 ദിവസം കണ്ടിട്ടില്ല, തെണ്ടി നടക്കുമായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ സാറിനെ തെണ്ടി നടക്കുമായിരുന്നു, കിട്ടിയില്ല. ഇല്ല, എന്നാലേ ഇനി ഇരുന്നങ്ങ് പഠിച്ചു, പരീക്ഷാ ഫീസ് ഞങ്ങൾ അടച്ചിട്ടുണ്ട്. ഞാൻ അത്ഭുതപ്പെട്ടു. അപ്പോൾ ഈ തോമസ്, TV സാറ്, PC വർഗീസ് ഇവരെല്ലാം കൂടെ സംഘടിപ്പിച്ചാണ് പരീക്ഷാ ഫീസ് നടന്നത്. അവരൊക്കെ പിന്നീട് ഞാൻ കണ്ടു എറണാകുളത്തെ കളക്ടറായിരിക്കും സാറാമയൊക്കെ. പിന്നെ അത് ഡിഗ്രി അങ്ങനെ സാറ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് എങ്ങനെയായിരുന്നു പിന്നെ തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്നോ അതോ എന്തായിരുന്നു അതിന് ശേഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം? ഡിഗ്രി കഴിഞ്ഞ ശേഷം മുന്നോട്ട് പോയി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട്. MA ആളുകൾ പരിഹരിച്ച് MA കാരണമെന്നല്ലേ, MA പാസ്സാകണം. അതിനെന്താ മാർഗം? അങ്ങനെ ആലോചിച്ചത്. പക്ഷേ വീട്ടിൽ കഞ്ഞി കുടിക്കാൻ പോയില്ല. ഞാൻ BA കാരനാവുകയും ചെയ്തു. കഞ്ഞി കുടിക്കാനൊന്നുമില്ലാത്ത BA കാരൻ പിന്നെ MAക്ക് പോകുന്നെങ്ങനെ? അങ്ങനെ ആലോചിച്ച് വിഷമിച്ചപ്പോൾ എൻ്റെ മൂത്ത സഹോദരിയുടെ ഭർത്താവ് ചോറ്റുപാറയിൽ ചാക്കോച്ചൻ, അദ്ദേഹത്തിന് എലപ്പള്ളി കുറച്ച് സ്ഥലമുണ്ടായിരുന്നു, അവിടെ ആയി താമസം. ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ അപ്പോൾ കുന്നംപുറത്ത് ചിന്നാച്ചൻ, അതായത് നമ്മുടെ ബിഷപ്പിൻ്റെ അപ്പൻ്റെ അനുജൻ, നമ്മുടെ നാട്ടിലൊക്കെ വിളിക്കുന്ന ചിന്നൻ ചേട്ടാന്ന് ചേട്ടൻ വിളിക്കും, ചിന്നാച്ചൻ ചേട്ടൻ വിളിക്കും, പേര് KS ജോർജ് എന്ന്. അത് ഇവർ പറഞ്ഞു, എൻ്റെ അളിയനോട് പറഞ്ഞു, നമ്മുടെ എലപ്പള്ളി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ കുര്യൻ സാറ് ട്രെയിനിങ്ങിന് പോയിരിക്കുക, B.Ed ഇല്ല അങ്ങനെ, BLT അതില്ല, അതിനെ പോയിരിക്കുക. അപ്പോൾ ഒരു കൊല്ലത്തേക്കുള്ള വേക്കൻസി ഉണ്ട്, അവിടെ നമുക്ക് വെക്കാം, കോട്ടയത്തിൽ എന്ന് പറഞ്ഞാൽ അത് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ചിന്നൻ ചേട്ടൻ കണ്ട് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ പോയി. അപ്പോൾ ചിന്നൻ ചേട്ടൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടപ്പോൾ ആ മനുഷ്യൻ നിൽക്കത്തില്ല. എൻ്റെ ഈ ചിന്നൻ ചേട്ടൻ ഒരു അത്ഭുത ജീവിയാണ്. നമ്മുടെ നാട്ടിലെ ഇത്രയും പ്രഗത്ഭമതിയായ അധികം ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. വിദ്യാഭ്യാസമൊന്നുമില്ല, എഴുത്തുമാനെ അറിയാവും, മലയാളം. പഞ്ചായത്ത് മെമ്പറായിരുന്നു. ബിഷപ്പിനൊക്കെ അദ്ദേഹത്തെ പേടിയായിരുന്നു, അച്ഛന്മാർക്കല്ല. നല്ല സഭാഭക്തനാണ് ഒക്കെയാണ്. എലപ്പള്ളിയിലെ ഈ സ്കൂൾ മിഡിൽ സ്കൂളാക്കി ഉണ്ടാക്കിയത് ചിന്നൻചേട്ടൻ്റെ ഒറ്റ ശ്രമം കൊണ്ടാണ്. തിരുവനന്തപുരത്ത് വന്ന് അന്ന് C. തോമസ് സാറിൻ്റെ അപ്പനാണ് അവൻ്റെ കൂട്ടുപിടിച്ച് സ്കൂൾ ഉണ്ടാക്കി. അപ്പോൾ അത് നമ്മുടെ സ്കൂള് പണിത് നമ്മൾ, അവിടെ എല്ലാം ചെയ്തത് നമ്മൾ. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ബിഷപ്പ് കേൾക്കാതിരിക്കും, അപ്പോൾ എന്ന് പറഞ്ഞാൽ കോട്ടയത്തിൽ നിന്ന്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കെട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇലക്ട്രീഷ്യൻ കെട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതും കൊടുത്തു എന്ന് ഞാനവിടെ. അവിടെ ചെന്ന് ജോൺ MM ജോൺ തിരുമേനയാണ് ബിഷപ്പ്. അദ്ദേഹം അമ്പനും ബില്ലിനും എടുക്കില്ല. ഒരബദ്ധം എൻ്റെ അന്നും കുറച്ച് അരച്ചട്ടമ്പി ആ സ്വഭാവമാണ് എനിക്ക്. ആരെയും ബിഷപ്പാണ് കൊണ്ടോ ഞാൻ നോക്കിയില്ല. അപ്പോൾ തിരുമേനി ചോദിച്ചു, അത് 8 മാസത്തേക്കുള്ള ഒരു ട്രെയിനിങ് വേക്കൻസി, അത് ഞങ്ങൾ ആളെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ചിന്നൻചേട്ടൻ പറയാം, തിരുമേനി അങ്ങനെ പറയാൻ ഒക്കത്തില്ല, ഇത് കൊടുത്തേ വെക്കൂ. എനിക്ക് അങ്ങോട്ട് കയറാൻ ഒക്കില്ല. ജോസഫിനെ അവിടെ പോയിട്ടിരിക്കില്ല എന്നായ ഒന്നുകൂടെ തിരിഞ്ഞിട്ട് പറയാം. അതെ, ദൈവഭക്തിയുള്ള ഒരാൾക്ക് വേണ്ടി ഞങ്ങൾ വെച്ചിരിക്കുന്നത്. വേണം ഞാനൊരു കാര്യം ചെയ്യാം, അവിടെ മലയിലെവിടെയോ ഇടാട്ടോ അവിടെ ഉള്ളത് മത്തായിപ്പാറ, ഹൈറേഞ്ചിലെവിടെയാണ് മത്തായിപ്പാറ എന്നുള്ള സ്ഥലമുണ്ട്. അതിൻ്റെ ഉപദേശിയുടെ ഇല്ല, ദൈവവിളി ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഉപദേശിയാക്കാം. അപ്പം ഞാനൊരു പകുതി കുശലതയായിട്ടും പകുതി സീരിയസ് ആയിട്ടും പറഞ്ഞു, തിരുമേനി യാതൊരു ദൈവവിളിയില്ല, എൻ്റെ വിളി ബിഷപ്പിൻ്റെ വിളിയാണ് എന്ന് പറഞ്ഞു. തിരുമേനി നിന്ന നിലയിൽ തുള്ളി അലറി. ഇയാളെ നമ്മുടെ സ്കൂളിലെടുക്കാനാണ്, സഭയുടെ സ്ഥാപനത്തിലൊന്നും ഇയാളെ കൊള്ളില്ല. ചിന്നൻചേട്ടൻ ചിന്നൻചേട്ടൻ മുഴുവാണ്. അപ്പോൾ പറഞ്ഞു, തിരുമേനി ധിക്കാരമാണ് തിരുമേനിക്ക് തോന്നരുത്, അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്, അങ്ങനെ പറയുന്നത് സത്യമാണ്, വീട്ടിലൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്താൽ തിരുമേനി? അപ്പോൾ ഈ കട്ട് സർട്ടിഫിക്കറ്റ് തിരുമേനി തരണ്ട, ജോലി തരണ്ട, ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ജോലിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പൊക്കോളാം എന്നാണ്. അപ്പോൾ അന്ന് പ്രിൻസിപ്പൾ സർട്ടിഫിക്കറ്റ് വന്നില്ല.
ഇങ്ങനെ ഞാൻ സ്പോർട്സിൻ്റെ ആളായിരുന്നു, ഇലക്ട്രിഷൻ ഡേസറേറ്റ് ഉണ്ട്, NCC ഉണ്ട്, ഇതെല്ലാം. ഇൻ ഷോർട്ട്, ഹി പ്രൂവ്ഡ് ഹിംസെൽഫ് ടു ബി ദ ബെസ്റ്റ് ഓൾറൗണ്ട് സ്റ്റുഡൻറ്റ് ഓഫ് ദിസ് കോളേജ് എന്നാലിരിക്കുന്നു. ഇത് കണ്ടു തീർന്നപ്പം അദ്ദേഹത്തിന് വല്ലാതായി തീരുമാനിക്കുക. പിന്നെ ഒന്നും വേണ്ടിയില്ല, അങ്ങനെ ഫോണെടുത്ത് MC മാണി, അദ്ദേഹമാണ് അച്ഛനാണ് സ്കൂളിൻ്റെ കോർപ്പറേറ്റ് മാനേജറാണ്. അച്ഛാ, ഒരാളെ ഞാൻ പറയുന്നത് MS ജോസഫ്, അവരെ എലപ്പള്ളി സ്കൂളിൻ്റെ ട്രെയിനിങ് വേക്കൻസിയിലേക്ക് പോസ്റ്റ് ചെയ്തത്. അങ്ങോട്ട് പോയി കളയാം. എലപ്പള്ളി സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ ഞാൻ പറഞ്ഞു. അപ്പോൾ താമസം ആദ്യത്തെ സ്ഥലത്ത് നിന്ന് എലപ്പള്ളിയിലേക്ക് മാറ്റിയിരുന്നോ കുടുംബങ്ങളെല്ലാവരും? എൻ്റെ കുടുംബമൊന്നുമില്ല, അന്നൊരു കുടുംബവും ഇല്ല. അല്ല, ഫാദറും മദറും ഒക്കെ? ഫാദർമാർ അവരെല്ലാം കുഞ്ഞിപ്പോൾ തന്നെയാണ്. അതെ. എൻ്റെ അപ്പൻ. അപ്പോൾ സാറ് തന്നെ അങ്ങോട്ട് പോയി? അതൊക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ വിശദമാക്കേണ്ടി വരും. അത് ഞാൻ കിടക്കുന്ന ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നമ്മൾ മലയാളിമാർക്കുള്ള അടിസ്ഥാനപരമായ സുവിശേഷങ്ങളൊന്നാണ് ഭൂമിയോടുള്ള അറ്റാച്ച്മെൻറ്റാണ്. ഭൂമിയോടുള്ള അറ്റാച്ച്മെൻറ്റ്. സ്വന്തമായിട്ട് ഒരു പപ്പടം വട്ടം ഭൂമിയെങ്കിലും ഇല്ലാത്ത മലയാളിമാരുണ്ടോ? എങ്ങനെ അത് സംഭവിച്ചു? ആ ഭൂമിയോടുള്ള അറ്റാച്ച്മെൻ്റ് അവർക്ക്. എൻ്റെ അപ്പൻ ജീവൻ ഞങ്ങളുടെ വസ്തു തട്ടിയെടുത്ത കത്തോലിക്കൻ ആ 2 ഏക്കർ സ്ഥലത്തിന് അതിന് നാട്ടിൽ നടപ്പുള്ളിൻ്റെ 10 ഇരട്ടി വില പറഞ്ഞു ഞങ്ങളെ അവിടെ നിന്ന് ഓടിക്കാൻ. കാരണം ഈ തെക്കടുത്ത് വർക്ക് എന്നാണ് അയാളുടെ പേര്. അയാളുടെ പറമ്പിലോട്ട് പോകണേ ഞങ്ങളുടെ പറമ്പിൽ കൂടെ വന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളെ കാണുമ്പോഴേക്കത് അതിന് ഞങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ചത്താലും കൊടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആളവിടെ താമസം. ഞങ്ങൾ കുറിയപ്രാവശ്യം ഞാൻ എലപ്പള്ളി ചെന്നപ്പോൾ എൻ്റെ അളിയൻ്റെ ജ്യേഷ്ഠനാണ് ചോറ്റുപാറ കുഞ്ഞുവാൻ ചേട്ടൻ എന്ന് പറയും. കുഞ്ഞുവാൻ ചേട്ടൻ കുരുളി എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ വീട് സ്കൂളിനടുത്താണ്. ഞാൻ അവരുടെ അവരാണ് എന്നെ 8 മാസം ചോറും കാപ്പിയും എല്ലാം തന്ന് സന്ധിച്ചാണ്. ഈ 100 രൂപയാണ്, 108 രൂപയാണ് ശമ്പളം ഹെഡ് മാസ്റ്ററുടെ. 108 രൂപ. അത് കിട്ടിയത് 7ാമത്തെ മാസത്തിലോ 6ാമത്തെ മാസത്തിലാണ്. അതുവരെ എത്ര ദുരിതമായിരുന്ന കുട്ടികൾക്ക് ജീവിക്കാനും കോളേജ് സ്കൂളിലൊക്കെ പോകണ്ടേ, പിള്ളേരെ ഫേസ് ചെയ്യണ്ടേ, നല്ല വേഷത്തിലൊക്കെ പോകണ്ടേ. അതൊക്കെ കുഞ്ഞാഞ്ചേട്ടൻ വീട്ടുകാർ വരെ സഹിച്ചത്. അതിന് ശേഷം പിന്നീട് IAS ഓഫീസറായിട്ട് ഞാൻ എലപ്പള്ളിയിലൊരു പരിപാടിക്ക് പോയി. അപ്പോൾ അതിനുശേഷം ആദ്യം എലപ്പള്ളി പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലാണ് പോയി. ഞാനും വൈഫും കൂടെയാണ് പോയത്. ഞാൻ എവിടുന്ന് പാലായിൽ നിന്ന് ഒരു നല്ല ഷർട്ട്, ഒരു മുണ്ട്, ഒരു കവണി കുഞ്ഞാൻ ചേട്ടത്തിക്ക് കച്ചമുറി, ഇത് നമ്മൾ കവണി, നേരിത് ഇതെല്ലാം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് കൊടുത്ത്. പള്ളി തുടങ്ങാറായപ്പോൾ ഞങ്ങൾ ചെന്നത്. വല്ലതും കാപ്പി എല്ലാം കുടിക്കണ്ടായിരുന്നു. ഞാൻ കുടിക്കൊന്നും വേണം, പള്ളിയിൽ പോകാമെന്നാണ്. ഉടനെ ചേട്ടൻ ചേർത്തിങ്ങടെ എന്തോ വർത്താനം പറയട്ടെ മുറിയിലോട്ട് കയറുന്നുണ്ട്. 5-10 മിനിറ്റ് ഇറങ്ങി വന്നപ്പോൾ ഞാൻ ചെന്ന പുത്തൻ ഷർട്ടും പുത്തൻ മുണ്ടും കവണയും എല്ലാം ഇട്ട് 2 പേരും ഇറങ്ങി വന്ന്. അന്ന് പള്ളിയിൽ ചെന്നപ്പോൾ പലരും കളിയാക്കിയത് മണവാളൻ്റെയാണെന്നും പറഞ്ഞ് അവരെ കളിയാക്കി. ജീവിതത്തിൻ്റെ നമ്മുടെയൊക്കെ കടന്നു പോകുന്ന വഴികളിൽ ഇങ്ങനെയുള്ള ആളിലൊക്കെ നമ്മൾ ബഹുമാനിക്കണം. അവരെ ബഹുമാനിക്കല്ല, വാക്ക് ബഹുമാനം എന്നുള്ള വാക്കുകൊണ്ട് ഒന്നും ആവില്ല. വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ സാറിൻ്റെ IASലേക്കുള്ള അതെങ്ങനെയായിരുന്നു സമയം? എൻ്റെ കുഞ്ഞെ IAS അതാണ് കൂടുതൽ ഞങ്ങൾക്ക് അറിയാനായിട്ട്. സാർ എങ്ങനെയാണ് IAS? ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചു പോയതല്ല. IAS എലപ്പള്ളി സ്കൂളിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് അവിടെ പോകുന്നല്ലോ. അപ്പോൾ ഈപ്പനച്ഛൻ എന്നും പറഞ്ഞാൽ EV ഈപ്പനച്ഛൻ ആണ് കണിക്കിലെ അച്ഛൻ. ആ അച്ഛനൊരു ഉപദേശമായിരുന്നു. ഉപദേശം വന്ന മൂത്തൊട്ട് പിന്നെ അച്ഛന്മാരാകുന്നുണ്ടല്ലോ. അങ്ങനെ വന്നത് കണ്ടിക്കൽ എലപ്പള്ളി എന്ന കണ്ണിക്കൽ പള്ളിയുടെ ഉപസഭയാണ്. ഇപ്പോൾ സ്കൂൾ ലോക്കൽ മാനേജർ എലപ്പള്ളിയിലെ കൂപ്പള്ളിയിലെ അച്ഛനാണ്, കണ്ണിക്കലെ അച്ഛനാണ്. അപ്പോൾ ഈ സ്കൂളിൽ ഈ ഇത് കിട്ടും, മെയിൻ്റനൻസ് ഗ്രാൻഡ്. എയ്ഡഡ് സ്കൂളിൽ, പ്രൈവറ്റ് സ്കൂളിനൊക്കെ മെയിൻ്റനൻസ് കിട്ടും. 60 രൂപ 70 രൂപ സംതിങ്, കുറച്ച് രൂപയുള്ളൂ. പക്ഷെ അന്നും വലുതാണ്. അത് കിട്ടും. അപ്പോൾ അത് ബില്ലെല്ലാം ഒപ്പിടേണ്ടത് അച്ഛനാണ്. മുകളിൽ പോകണം, കണിക്ക് പോയി ഒപ്പിടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ എൻ്റെ ഒരു സഹാധ്യാപകൻ, അതിൻ്റെ വളരെ പരിചയമുള്ള സംഭവമാണ്. പലപ്പോഴും ഇങ്ങനെ
ഇൻചാർജ് വഹിച്ചിട്ടുള്ളതോ ഹെഡ് മാസ്റ്റർ ഇല്ലാത്തപ്പോൾ അതാണ് അത്. അപ്പം അന്ന് എനിക്ക് ഈ വയനാട് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഈ സാറാമ്മടി ഒരു കത്ത് കിട്ടി. ജോസഫ് ഇവിടെ ഒരു സ്കൂളിലൊരു വേക്കൻസി ഉണ്ട്, ഇംഗ്ലീഷിന് അധ്യാപനം വേണം, മാത്തമാറ്റിക്സ് അധ്യാപനം വേണം. ഇവിടെ ആകുമ്പം വലിയ തുകയൊന്നും കൊടുക്കണ്ട, സ്ഥിരം വേക്കൻസിയാണ്. പക്ഷെ അവർ ശമ്പളത്തിൽ നിന്ന് കുറേ പിടിക്കും, അത്രയേ ഉള്ളൂ. വന്നാൽ ഉടനെ കിട്ടുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു ഡേറ്റ് അതിന് മുമ്പ് വലിയ ഫില്ലായി വെക്കും ഓടിക്കോട്ടയത്താണ്. അപ്പോൾ ഞാൻ ഇവരുടെ സഹാധ്യാപകരോട് പഠിക്കാൻ പോവുകയാണ്. സ്കൂളിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി എല്ലാം വെച്ച് അധ്യാപകരോടെയാണെങ്കിൽ ഞാൻ വയനാട്ടിൽ പോകാം എന്നാണ്. അപ്പോൾ ഈ സഹാധ്യാപകർ പറഞ്ഞു, സാറേ ഒരു കഴിച്ച് ബില്ലും കൊണ്ട് സാറിന് സമയമില്ല, ഇപ്പോൾ മുന്നോട്ടൊന്നും കയറി പോകണ്ട, കുരിശ് വരച്ചങ്ങോട്ട് കൊടുന്നേ പാസ്സാവുന്നത്. അങ്ങനെ ദീപനത്തിൻ്റെ മാനേജറെ ഒപ്പ് ഞാനിട്ടു കൊണ്ട് ബില്ല് മാറി പൈസ കൊടുത്തു. അപ്പോൾ സ്കൂളിൽ ചേരാൻ പോകും. ഇതാരോടും പറയാത്തൊരു സംഗതി, ഇന്ന് വരെ ആരോടും പറയാത്ത സംഗതിയാണ്. സ്കൂളിൽ ചെന്നപ്പം അതാ ഇപ്പോൾ ഈ കത്ത് കിട്ടി, എനിക്ക് ഉടനെ വയനാട് പോകണം. അപ്പോൾ അന്ന് കോഴിക്കോടിന് ബസ്സുണ്ട് കോട്ടയത്തുനിന്ന്, അതിന് പോകണം. കോട്ടയത്ത് ചെന്നിട്ട് ആ ബസ്സിന് പോകണം. പോകുന്നിട്ട് എൻ്റെ സഹ അധ്യാപകരൊന്നും ഒരു സാറ് കഴിച്ച് കോട്ടയത്തിന് പോകല്ലേ. അപ്പോൾ ഈ മാനേജറുടെ ഫീസ് കൊടുക്കാനായിട്ട് കണ്ണിക്ക് പോകണ്ട. കോട്ടയത്തുള്ള കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിൽ അടച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പോയി കോർപ്പറേറ്റ് മാനേജറുടെ ഓഫീസിൽ പോയി. കോട്ടയത്ത് ചെന്ന് കോർപ്പറേറ്റ് മാനേജർ പോയി പൈസ അടച്ചിട്ട് ഞാൻ പോയി. എന്ത് പലരും പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തു പറ്റി? MS ജോസഫ് മെയിൻ്റനൻസ് ഗ്രാൻഡ് തട്ടിയെടുത്ത് കടന്നു പറഞ്ഞു. കേട്ടനെ ഈ ഉപദേശിയല്ലേ അച്ഛനായിട്ട് ഇടവപ്പട്ടക്കാരന് പകരം ഇടവക ഉപദേശി ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് കേട്ടപ്പോൾ അയാൾ ദരിദ്രവാസിയാണ്. അദ്ദേഹം ഇത് കേട്ടപ്പോൾ പേടിച്ചു പോയി. എന്ത് ചെയ്യണം? പോലീസിൽ എത്തിയ പാടെ കാഞ്ഞാർ പോലീസ് സ്റ്റേഷൻ പരാതി എഴുതി. ഇച്ചിരി കഴിഞ്ഞാൽ ഈ അപകടം വരുമ്പം ഒന്നിച്ചാണ് വരുന്നതെന്ന് ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്. അത്ര ശരിയാണെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്നപ്പം ആലുവയിൽ ഇറങ്ങിയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് പോലീസുകാർ ഇവിടെ വന്നിരുന്നു, അതുകൊണ്ട് എന്താ പറഞ്ഞു. ഇതുപോലെ ഞാൻ തലമൊട്ടയടിച്ചു. ബസ്സിൽ കയറി നാട്ടിലോട്ട് പോയി. നാട്ടിൽ ചെന്നപ്പോൾ നാട്ടിലും പോലീസുകാർ, വീട്ടിൽ ചെന്ന പോലീസുകാർ. സർവത്ര അന്വേഷണം. എന്തായാലും മാർഗം. ഞാൻ തൊടുപുഴ ചെന്ന പുകയില കൃഷ്ണരുടെ പുകയിലക്കടയിലെ ആളിൻ്റെ മകൻ, ഒരു പരമേശ്വരൻ നേര്, അവിടുത്തെ ലീഡിങ് ക്രിമിനൽ അഡ്വക്കേറ്റ്, അദ്ദേഹം പറഞ്ഞ ഫീസും കൊടുത്തു. അത് കോടതിയിൽ ഹാജരായി. കേസ് ജാമ്യം കിട്ടി. ജയിലിലൊന്നും പോകേണ്ടി വന്നില്ല, ഒറ്റയ്ക്ക് പോകുന്നു. അത് കഴിഞ്ഞ് ഇതിലും കൂടെ ആയപ്പോൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി മഹാരാജാസ് കളിപ്പോൾ MAക്ക് ചേർന്നു. അന്ന് MA രണ്ടായിട്ടാണ്, MA പ്രീവിയസ് ആൻഡ് MA ഫൈനൽ. MA പ്രീവിയസിനെയായിരുന്നു. ഒരു തരത്തിൽ ആദ്യത്തെ കൊല്ലം തപ്പിത്തറങ്ങൊക്കെ അങ്ങ് പോയി. പിന്നീട് മുന്നോട്ട് വന്നു. MAക്ക് ചേരുമ്പോൾ സാറിൻ്റെ സബ്ജക്റ്റ് എന്തായിരുന്നു? എക്കണോമിക്സ്. അത് എക്കണോമിക്സ് എടുക്കാൻ കാരണം രാമണ്യ മേനോൻ സാറിനോട് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞു, ഇംഗ്ലീഷിന് ഒരു പ്രയാസമില്ല. അപ്പോൾ ഈ MB പറയൂ സാറിനെ കൊണ്ടപ്പോൾ പറയൂ സാറ് പറഞ്ഞു, താനൊരു കാര്യം ചെയ്താൽ എക്കണോമിക്സിന് ഭയങ്കര ഫ്യൂച്ചറാണ്. പത്രക്കാരനാണ്, കോളേജിലായിട്ടാണ്. അന്ന് പ്ലാനിങ്ങിൻ്റെയൊക്കെ കാലമാണ്. പ്ലാനിങ് ബോർഡിലൊക്കെ ഒരുപാട് വേക്കൻസി ഉണ്ട്, തനിക്ക് നല്ലതാണ്. അങ്ങനെ എക്കണോമിക്സ് ആയിരുന്നു. നിവൃത്തിയില്ല. പിന്നെ കിട്ടുന്ന ജോലിക്ക് എല്ലാം അപേക്ഷിക്കാൻ തുടങ്ങി. നേവിൽ പോരാനും ചോദിച്ചു. നേവിൽ പോയി ചേർന്നു. നേവിയിലെ അപ്രൻറ്റീസ് ആയിട്ട് എടുക്കുന്ന ഒരു പത്രക്കാർ അവിടെ ചെന്നപ്പോൾ ഒരു ഫിസിക്കൽ ടെസ്റ്റ് നടത്തിയപ്പം ഇങ്ങനെ ആളെ നിർത്തിയിട്ട് മുട്ടിത്തിരകത്തിട്ട് പെൻസിൽ 2 കാലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കടത്താം. പെൻസിൽ കൂട്ടിമുട്ടിയാൽ എടുക്കില്ല. എൻ്റെ കാര്യം കൂട്ടിമുട്ടി ഔട്ട്.
അവരെടുത്തില്ല. അങ്ങനെ തിരിച്ചു വന്നു. പിന്നെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്തത് MA പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഈ ആശ്രമങ്ങളൊക്കെ നടത്തുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഈ തഹസിൽദാരുടെ സ്പെഷ്യൽ തഹസിൽദാരുടെ പോസ്റ്റ് അപ്ലൈ ചെയ്തു. സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൽ ഞാൻ അപ്ലൈ ചെയ്തു. അന്ന് PSCയിൽ ഒരാളെ ഉള്ളു ചെയർമാനായിട്ട്. മരിയാർ ബോധം നമ്മുടെ ദക്ഷിണ കേരള മലയാളിയുടെ അംഗമായിരുന്നു. അദ്ദേഹം DSP ആയിരുന്നു. ജോലി കഴിയാറായപ്പോൾ PT ചാക്കോ അദ്ദേഹത്തെ PSC ചെയർമാനാക്കി. ഇൻ്റർവ്യൂ ചെയ്യപ്പെടേണ്ടി ചോദിച്ചു. റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ട്. റിട്ടേൺ എക്സാമിനേഷൻ ഞാൻ നന്നായിട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് യു സ്റ്റാൻഡ് സെലക്റ്റഡ് എന്ന് പറയാൻ അദ്ദേഹമാണ്. എന്നിട്ട് അന്ന് വന്നവരിൽ ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂ മാർക്ക് വന്നു എനിക്കാണ്. അങ്ങനെ തഹസിൽദാർ പോസ്റ്റ് സാറിന് കിട്ടിയില്ല. എന്ത് പറ്റി കിട്ടാതിരുന്നു? കിട്ടുന്നതിൻ്റെ കാരണം അന്ന് ജനാർദ്ദൻ എന്നും പറഞ്ഞൊരു ആളൊരു ഹ്യൂമൻ വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റിലെ സൂപ്പറായിട്ട് ജോലി ചെയ്തു. അവനൊരു ആപ്ലിക്കൻ്റായിരുന്നു. അവൻ്റെ ഫാദറിലോ PSC ഓഫീസിലെ ഒരു അറ്റൻഡറോ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് ഇല്ല, എൻ്റെ റിട്ടേൺ എക്സാമിനേഷൻ്റെ മാർക്ക് എൻ്റെ മാർക്ക് ജനാർദ്ദൻ്റെ മാർക്ക് എനിക്ക് പോയി. അപ്പോൾ അങ്ങനെ ആ പോസ്റ്റ് കിട്ടാറുപോയി. ഇതെങ്ങനെ ഞാൻ അറിയുന്നത് വെച്ചാൽ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ബ്രദറിലോ NM ശോഭന സർവേ സൂപ്രണ്ടായിട്ട് ജോലി കിട്ടിയപ്പോൾ ബോണ്ട് വെക്കണമായിരുന്നു. ബോണ്ടിന് വിളിക്കാൻ ഒന്നുകൂടി തയ്യാറായി. പക്ഷെ നമ്മൾ തന്നെ താലൂക്ക് ഓഫീസിലൊക്കെ മേടിച്ചാണ് സർട്ടിഫിക്കറ്റൊക്കെ. നെടുമങ്ങാട്ടി വന്നപ്പം തന്നെ നെടുമങ്ങാട് തഹസിൽദാർ ലീവിലാണ്, പനിയായിട്ട് വീട്ടിൽ കിടപ്പായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഈ ജനാർദ്ദൻ്റെ അമ്മായിപ്പൻ്റെ വീട്ടിൽ ഇയാൾ മകളുമൊക്കെ ആയിട്ട് താമസമാണ്. അപ്പോൾ അമ്മായിപ്പൻ വലിയ വാചാല്യ. അയാൾ പറഞ്ഞു, എൻ്റെ മകനെ തഹസിൽദാറാക്കി ഞാനാണ്, എങ്ങനെയാണെന്ന് അറിയാമെന്ന് ചോദിച്ചു. MS ജോസഫ് എന്ന് പറഞ്ഞ ഒരുത്തരുണ്ടായിരുന്നു, മുട്ടുക്കനാണ്. അയാളുടെ പരീക്ഷാ പേപ്പർ അന്ന് ഈ ഫോൾസ് നമ്പർ പരീക്ഷ. അപ്പോൾ ആ ഫോൾസ് നമ്പർ ഇട്ടപ്പോൾ ഞാൻ PSC ലാബ്സിലായിരുന്നുകൊണ്ട് ഞാൻ മാറ്റി ജോസഫിൻ്റെ നമ്പർ ജനാർദ്ദന കൊടുത്തു. ജനാർദ്ദന ജോസഫ് അങ്ങനെ കിട്ടി ജോലിയായിരുന്നു. അപ്പോൾ ഞാനും NM ശോഭനയും കൂടെ അങ്ങോട്ട് കണ്ണി നോക്കി ചിരിച്ചു. അതിൽ അപ്പോൾ